മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ എല്ലായിടത്തും പറ്റൂലെന്നുണ്ടെങ്കിലേ എന്തൊക്കെ ചങ്ങായി എന്റെ കുട്ടികൾക്കെതിരെ അതിക്രമിച്ചു പറ്റുള്ളൂ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല വെറുതെ ഈ കൂട്ടത്തിൽ നിൽക്കണോ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാൻ നെഞ്ഞത്ത് കയറിക്കണോ? ഇല്ലല്ലോ. പിന്നെ കാട്ടിയവർക്ക് മാത്രമേ കാട്ടിയിട്ടുള്ളൂ. അതെന്താ ഇതിൻ്റെതായിട്ടുള്ള നിയമ പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വഴിയില്ലാത്തതുകൊണ്ട് കാട്ടിയതാ. അഞ്ഞു കാട്ടും ഇക്കിന്റെ കുട്ടികളെ ജീവിതം എന്റെ കുട്ടികളെ കുട്ടികളെ കൊന്നു കഴിഞ്ഞപ്പോ ആരെ നോക്കുക? കുടിച്ചിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ അപ്പോൾ പണി വെച്ചില്ലേ? നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. മലപ്പുറം ജില്ലാ കുടുംബ കോടതിക്ക് പുറത്തുവച്ച് ഭാര്യാമാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ്. വണ്ടൂർ സ്വദേശി ശാന്തയെ മകളുടെ ഭർത്താവായ വണ്ടൂർ പോരൂർ സ്വദേശി KC ബൈജുമോനാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശാന്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈജു കത്തിയും വാളുമായാണ് കോടതിക്ക് സമീപത്ത് എത്തിയതെന്നാണ് വിവരം. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ എല്ലായിടത്തും പറ്റൂലെന്നുണ്ടെങ്കിലേ വണ്ടി വന്നോട്ടെ. ഞാൻ വണ്ടൂരില്ലാത്തോണ്ട് ഒരു പഞ്ചായത്തില് കുട്ടികളെ എന്തൊക്കെ ചങ്ങായി എന്റെ കുട്ടികൾക്കെതിരെ അതിക്രമിച്ചു പറ്റുള്ളൂ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല വെറുതെ ഈ കൂട്ടത്തിൽ നിൽക്കണോ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാൻ നെഞ്ഞത്ത് കയറിക്കണോ? ഇല്ലല്ലോ. പിന്നെ കാട്ടിയവർക്ക് മാത്രമേ കാട്ടിയിട്ടുള്ളൂ. അതെന്താ ഇതിൻ്റെതായിട്ടുള്ള നിയമ പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വഴിയില്ലാത്തതുകൊണ്ട് കാട്ടിയതാ. അഞ്ഞു കാട്ടും ഇക്കിന്റെ കുട്ടികളെ ജീവിതം എന്റെ കുട്ടികളെ കുട്ടികളെ കൊന്നു കഴിഞ്ഞപ്പോ ആരെ നോക്കുക? കുടിച്ചിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ അപ്പോൾ പണി വെച്ചില്ലേ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചാങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. വിവാഹമോചന കേസിനായാണ് ഇവർ കോടതിയിലെത്തിയത്. കോടതിയിൽ നിന്ന് കൗൺസിലിംഗ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് ശാന്തയെ ബൈജുമോൻ വെട്ടിയത്. കഴുത്തിനും കാലിനുമാണ് ശാന്തയ്ക്ക് വെട്ടേറ്റത്. ഇവരെ ആദ്യം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബൈജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.